ചങ്ങനാശ്ശേരിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് സഹദേവനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മഹാവിഷ്ണുവിനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ ഭഗവാന്റെ തന്നെ അവതാരമായ നരസിംഹമൂർത്തിയും കുടികൊള്ളുന്നുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ ഈ പുരാതന ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. കൂറ്റൻ ഇരുനില വട്ട ശ്രീകോവിലിലെ ഗർഭഗൃഹത്തിൽ ചതുർഭുജ വിഷ്ണു വിഗ്രഹത്തിൽ അത്ഭുത നാരായണനായി പരിശോഭിക്കുന്ന വൈകുണ്ഠനാഥന്റെ ആ ദിവ്യ ദർശനം അലൗകികമാണ്. അമൃതനാരായണൻ എന്നും ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ ആധാരഭൂതനായ സച്ചിദാനന്ദ സ്വരൂപൻ തന്റെ തൂമന്ദഹാസത്താൽ ഭക്തജനങ്ങൾക്ക് പരമാനന്ദം സമ്മാനിച്ചുകൊണ്ട് ഈ പുണ്യപുരാതന ക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. ഏകാദശിയുടെ മഹാത്മ്യം വിളിച്ചോതുന്ന രുക്മാംഗദൻ എന്ന രാജാവിന്റെ കഥ പുരാണങ്ങളിൽ പ്രശസ്തമാണല്ലോ. ആ സൂര്യവംശ രാജാവിനു മുമ്പിൽ മഹാവിഷ്ണു ഭഗവാൻ ഈ പുണ്യഭൂമിയിൽ വെച്ച് പ്രത്യക്ഷനായി എന്നും ഒരു ഐതിഹ്യമുണ്ട്. ലക്ഷ്മി ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠയില്ലെങ്കിലും കർപ്പകവല്ലി എന്ന നാമത്തിൽ ദേവി ഇവിടെ ഭഗവാനോടൊപ്പം സാന്നിധ്യം ചെയ്യുന്നു എന്ന് വൈഷ്ണവർ വിശ്വസിക്കുന്നു.